അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെയധികം സ്നേഹം നിറഞ്ഞ MP ടി മുഹമ്മദ് ബഷീർ സാഹിബ്, മറ്റു ഉസ്താദ്, മറ്റു സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായ സാംസ്കാരിക മത രാഷ്ട്രീയ നേതാക്കളെ, സഹോദര സഹോദരിമാരെ, ഒരു അധ്യക്ഷ പ്രസംഗം നടത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട MP-ക്ക് തീരെ സാമ്യമില്ലാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉദ്ഘാടനത്തിന് വിളിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. MP-ക്ക് ഇത് കഴിഞ്ഞ ഉടനെ കൊടുവള്ളിയിൽ ഒരു പരിപാടി സംബന്ധിക്കാനുണ്ടെന്നാണ് കേട്ടത്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം മറ്റൊരു സമയത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഇന്ത്യയിലെ പിന്നോക്ക പീഡിത ജനവിഭാഗത്തിന്റെ മോചനത്തിന് വേണ്ടി അഹോരാത്രം ശബ്ദിക്കുന്ന, ഇന്ത്യൻ പാർലമെന്റിൽ മർദ്ദിത ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഫാസിസ്റ്റ് ശക്തികളുടെ മുഖത്ത് നോക്കി ശബ്ദമുയർത്തുന്ന, ജാതി മത വർഗവർണ്ണ ദേശഭാഷ ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നമ്മുടെ സ്വന്തം MP, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, അതുപോലെ കേരളത്തിലെ മുഴുവൻ CH സെന്ററിന്റെയും മേൽനോട്ടം നയിക്കുന്ന നമ്മുടെ സ്വന്തം MP ആയ ടി മുഹമ്മദ് ബഷീർ സാഹിബിനെ ഈ പരിപാടിയുടെ ബൃഹത്തായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി സ്നേഹാദരവത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി സയ്യിദി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട നമ്മുടെ യോഗത്തിൻ്റെ ഇന്നത്തെ അധ്യക്ഷൻ, നമ്മളെല്ലാവരും വളരെയേറെ ബഹുമാനിക്കുന്ന CSK ശിഹാബ് തങ്ങൾ അവരുടെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയനായ നാസർ, അതുപോലെ തന്നെ നമ്മളെല്ലാം ഒരു പുതിയ ആവേശം നിങ്ങൾ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എത്രയോ കാലമായി അനുവറിന് പരിചയമുണ്ട്. പക്ഷേ ഇന്ന് പുതിയ തലമുറയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ് പ്രിയമന്നായ റഷീദ്. ഞാൻ ചോദിക്കുകയായിരുന്നു, അദ്ദേഹം ഇവിടെ എത്തി. അതുകൂടാതെ മജീദ് മാഷുണ്ട്, KT ഉമർ ഹാജി സാഹിബ്, നമ്മുടെ വാർഡിലെ കൗൺസിലർ ശ്രീ മോഹൻ, അതുകൂടാതെ ബീരൻ ഹാജി സാഹിബ്, TP സലീം, MT മുസാഹജി, AM മലവി സാഹിബ്, മടത്തിൽ ഹമീദ്, അതുകൂടാതെ ശ്രീ മുഹമ്മദ് കുട്ടി, CT ജലീൽ, അതുകൂടാതെ പല പ്രമുഖരിലൂടെ എൻ്റെ സ്റ്റേജിലുണ്ട്. പുറത്ത് സ്റ്റേജിൽ അപ്പുറത്തിരിക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എത്രയോ പവിത്രമായൊരു സദസ്സാണ്. എന്നോട് അൻവർ പറഞ്ഞപ്പോൾ ഞാൻ വളരെ താല്പര്യപൂർവ്വം തന്നെ സമ്മതിക്കുകയും, ഇന്നലെ നമ്മുടെ ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തമിഴ്നാട്ടിൽ ഇവിടെ നമ്മളെല്ലാവരും സംസാരമൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഞാനും മിക്കവാറും എല്ലാ ദിവസവും വലിയ തിരക്കൊന്നുമില്ലാതെ ജോലി കഴിഞ്ഞ് വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സ്ഥിരമായി യൂട്യൂബിൽ കേൾക്കുന്ന ഒരാൾ, കുടുംബസമയം, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇഷ്ടമാണ്, നിങ്ങളെപ്പോലെ തന്നെ. ഈ സഹോദരന്മാരെല്ലാം എത്തിച്ചേർന്നിട്ടുള്ളതും വളരെ ആവേശപൂർവ്വം അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാറുണ്ട്. ഇനി ചില കാര്യങ്ങളുണ്ട് പ്രത്യേകമായിട്ട്. എന്നാൽ അദ്ദേഹം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം നേരെ എഴുതി ഒരു അച്ചടിച്ചാൽ അത് നല്ലൊരു ലേഖനമാവും. ഒറ്റ വാക്കായിട്ട് പുറക്കാനുണ്ടാവും, ഒറ്റ വാക്ക് കൂട്ടാനുണ്ടാവും. അതുപോലെ തന്നെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം മൗലികമായ സംഗതികളാണ്, ദീനിൻ്റെ സംഗതികളാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ അനാവശ്യമായിട്ട് ഒരു ഭാഗവും അതിലുണ്ടാവില്ല. ആവശ്യമില്ലാത്ത വിമർശനം ഉണ്ടാവില്ല, പരിഹാസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പരിശുദ്ധമായ ദൈവത്തിൻ്റെ സന്ദേശം നടത്തി സംസാരിക്കുന്ന അത്രയും നല്ലൊരു പ്രഗത്ഭനായ വാഗ്മിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ കേൾക്കാൻ ഇരിക്കുന്നത് തന്നെ വലിയ ഒരു സന്തോഷമുള്ള അനുഭവമാണ്. പക്ഷേ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാതിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞു. നമ്മുടെ ഈ ഡയാലിസിസ് സെൻ്ററിൻ്റെ അവിടെ നമ്മൾ ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെൻ്ററിൻ്റെ കാര്യം ഇവിടെ നാസറും പറഞ്ഞു. പോരാത്തതിന് ഇപ്പോൾ നമ്മുടെ നേതാക്കൾക്ക് തന്നെ, ഞാൻ തന്നെ അൻവറിനോട് അതിനെപ്പറ്റി ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ട അത്യാവശ്യമുള്ള സംഗതിയാണ് രോഗികളെ സഹായിക്കുന്നത്. എന്താ കാരണം എന്നറിയാമോ? അല്ലാഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു.
അള്ളാഹിനോട് നന്ദി കാണിക്കാനുള്ള ഏറ്റവും നല്ല വഴി രോഗികളെയും കഷ്ടപ്പെടുന്നവരെയും സഹായിക്കുന്നത്. അതിൻ്റെ പ്രതിഫലം നമുക്ക് കണക്കാക്കാൻ ഒക്കില്ല. രോഗികൾക്കിപ്പോൾ നിങ്ങളിവിടെ അവരുടെ സഹായത്തിന് വേണ്ടി ഉള്ള സംഗതികളെ പറ്റിയൊക്കെ നിങ്ങളിവിടെ പറഞ്ഞു. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടൊരു സംഗതി, നിങ്ങൾ രോഗിയെ രാവിലെ കാണാൻ പോവുകയാണെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. വൈകുന്നേരമാണ് നമ്മൾ പോകുന്നതെങ്കിൽ പുലരുവോളം 70,000 മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. എത്ര വലിയ കാര്യമാണത്. പിന്നെ മനുഷ്യൻ്റെ വളരെ നമ്മൾ പറയാറുണ്ട് ബോഡി വളരെ ഫിറ്റാണ്, എപ്പോഴും യോഗ ചെയ്യുന്നത്, മറ്റേ പല സംഗതികൾ ചെയ്യുന്നത്, ഫിസിക്കൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒറ്റ ദിവസം ഒരാൾ എന്തോ ആവുകയാണ്? ആർക്കും എന്തും സംഭവിക്കാം. അതേസമയത്ത് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അങ്ങനെ കഷ്ടത്തിലാവുന്ന ആളുകൾക്ക് കടച്ചോത്ത് ചെയ്ത് തന്നിട്ട് അനുഗ്രഹം, ആ അനുഗ്രഹം വെച്ചുകൊണ്ട് അവരെ സഹായിച്ചാൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഗതി. അതിവിടെ കൂടി എല്ലാവരും ഉണ്ട്. എന്നോടെന്ന പോലെ നമ്മളോടൊക്കെ പറയാനുള്ളത്, എന്ത് വഴിക്ക് പറ്റുകയാണെങ്കിലും ശരി രോഗികളെ സഹായിക്കാനുള്ള എല്ലാ സംരംഭത്തിൻ്റെയും കൂടെ നിൽക്കണം. അതിൻ്റെ ഗുണം തന്നുള്ളൂ. പഠിച്ചോ നമ്മളെയും നോക്കും, നമ്മളെ മക്കളെ നോക്കും, നമ്മുടെ ഭാര്യമാരെ നോക്കും. ജീവിതത്തിൽ നമ്മൾ സഹായിച്ചാൽ അതിൻ്റെ പ്രത്യുപകാരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നബിസ്വല്ലല്ലാഹു തങ്ങളുടെ ജീവിത സംഗതികളെ പറ്റി നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനമായ ഘടകം ദയയാണ്. നബിസ്വല്ലല്ലാഹു തങ്ങൾ വലിയ ദയാലുവായിരുന്നു. തങ്ങൾ കാണിച്ചു തന്ന മാതൃക തന്നെ അങ്ങനെയാണ്. ഈ രോഗികളെ സഹായിക്കുന്നവർക്ക് ഉള്ള പ്രതിഫലത്തെപ്പറ്റി തങ്ങൾ നമ്മളോട് ധാരാളമായിട്ട് നബിസ്വല്ലല്ലാഹു തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പെരുമാറ്റ രീതി, അതിലും ദയാണ്. ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ എടുത്ത് വിശ്വസിച്ചതാണ്. നബിസ്വല്ലല്ലാഹു തങ്ങളെ ഒരുപാട് ദ്രോഹിച്ച സ്ഥലമാണ് മക്ക മുശ്രിക്കുകളാണ് ഇസ്ലാമിൻ്റെ വിജയത്തിന് മുമ്പ് ചെയ്തത്. ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല. അത്രയ്ക്ക് കല്ലെടുത്തടിഞ്ഞ് നേരത്തെ ചോയ ഇന്ത്യ തായ്ഫിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന അനുഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി അവരെല്ലാവിധ കുതന്ത്രങ്ങളും ചെയ്തു. ഒട്ടകത്തിൻ്റെ വെള്ളമാലയൊക്കെ കഴുത്തിലിട്ടതൊക്കെ അങ്ങനെയാണ്. ഒരുപാട് വധശ്രമങ്ങൾ നടന്നു. പ്രശ്നമൊക്കെ തന്നെ തട്ടി മാറ്റി. അത് വേറെ കാര്യം. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന അനുഭവത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്താ? കാവേര സംഭവത്തിന് സമയത്ത് ജീവിതം മലക്കുക വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഉത്തരവുണ്ട്, ഞങ്ങളോട് പറയുന്നത് ഈ 2 മലകൾക്കിടയിൽ ഇവരെ അങ്ങ് ചതച്ചരിച്ച് കൊന്നാലോ നശിപ്പിച്ചാലോ. മുസൽമാൻ വിനയാന്യനായിട്ട് പറഞ്ഞു, വേണ്ട, എന്തെങ്കിലും ഒരു കാലത്ത് അവർക്ക് ദയ വരുമല്ലോ, നല്ലത് വരുമല്ലോ, അങ്ങനെ വരട്ടെ എന്നാണ്. തന്നെ ദ്രോഹിച്ച് കല്ലെന്ന് ചോര ചിന്തിയ ആൾക്കാർക്ക് പോലും നബിസ്വല്ലല്ലാഹു കൊടുത്ത് ശ്രമിച്ചത്. ലോക ചരിത്രത്തിലെ നിർണായകമായ ദിവസമാണ് അത്. മക്ക ഫതഹിന്റെ ദിവസമാണ്. നബിസ്വല്ലല്ലാഹു സഹാബത്തും വിജയശ്രീലാളിതരായി ഏതൊരു മണ്ണിൽ വെച്ചാണോ തന്നെ ആട്ടി ഓടിച്ചത്, കല്ലെറിഞ്ഞത്, ദ്രോഹിച്ചത്, കൊല്ലാൻ ശ്രമിച്ചത്, അവിടേക്ക് എല്ലാവിധ വിജയവുമായി കടന്നു വന്ന സമയത്ത് മക്ക മുശ്രിക്കുകൾ വിചാരിച്ചു, രക്ഷയില്ല, ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റിനും ഞങ്ങളോട് പ്രതികാരം ചോദിക്കുമെന്ന് സ്വാഭാവികമായിട്ട് അവർ ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. ആർക്കും ശിക്ഷയില്ല. ലോക ചരിത്രത്തിൽ ഒരു ഭരണാധികാരിക്ക് എങ്കിലും സാധിക്കുമോ? അന്നും ഇന്നും നമ്മൾ ആലോചിച്ചതാണ്. ഇന്ന് ദ്രോഹിക്കുന്നവരൊക്കെ നേരെ പ്രതികാരം ചെയ്യാൻ ഭരണകൂടങ്ങൾ എന്തെല്ലാം കുസൃതികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജപ്പാനിലെ ഇപ്പോൾ സംഭവവികാസങ്ങൾ നോക്കിയാലും ഒക്കെ എന്താണ്, ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെ മൂർച്ച എന്താണെന്ന് വിലയിരുത്താൻ പോലും നമുക്ക് കഴിയാത്ത ആയുധങ്ങളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 100 കണക്കിന് ആളുകൾ മരിച്ചു വീഴുകയാണ്. ആ സ്വഭാവത്തിലേക്ക് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദ്രോഹിച്ച ജനതയെ ഏത് വെപ്പത്തിലാണ് മാപ്പ് കൊടുത്ത് വിട്ടത് എന്ന കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റും. അങ്ങനെ എത്രയെത്രയോ സംഭവവികാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല,
മൃഗങ്ങളുടെ കാര്യത്തിൽ പോലും എനിക്ക് വലിയ ഇഷ്ടമായി. മൃഗങ്ങളെ ഉപദ്രവിച്ചാൽ അവർ അതിൽ നിന്ന് ഉത്തരവ് കൊടുക്കുകയാണ്, മിലിറ്ററിക്കാരോട് പോയി വെടിവെക്കും, അല്ല ആക്രമിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗ വസ്ത്രം ധരിച്ച് യുദ്ധം ചെയ്യാൻ വഹദിലാകട്ടെ ബദറിലാകട്ടെ മറ്റ് യുദ്ധങ്ങളിലാകട്ടെ സഹാബത്തിനെ അങ്ങോട്ട് അയച്ച് ഇവിടെ നിന്നതല്ല, അവരെ മുമ്പേ നിന്നു. യുദ്ധതന്ത്രങ്ങളെ പറ്റി അവരോട് സംസാരിച്ചു. അങ്ങനെ അവരുടെ കൂടെ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പങ്ക് എന്താണ്? എത്ര വലിയ ഭരണാധികാരികളാണ് ഇപ്പോൾ ഇതൊക്കെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് മിലിറ്ററി ഉണ്ടായിരുന്നില്ല, പട്ടാളം ഉണ്ടായിരുന്നില്ല, ചെങ്കോലുണ്ടായിരുന്നില്ല, അധികാരമുണ്ടായിരുന്നില്ല. ആ വിധത്തിൽ പ്രവർത്തിച്ച അതുപോലൊരു ഭരണാധികാരിയെ ലോകത്ത് ഊഹിക്കാൻ പോലും കഴിയില്ല. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ലോകത്ത് ഇസ്ലാം വമ്പിച്ച തോതിലുള്ള സ്വാധീനം ചെലുത്തിയെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച ആ ദയയുടെ വഴിയിലൂടെ പോയി. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് പഠിച്ചാൽ ചിലപ്പോൾ പൈസ തരും, ആരോഗ്യം തരും, വലിയ വീട് തരും. മറ്റു പലരും ഈ സാധുക്കൾ ഓടയിലൊക്കെ ഇതിൻ്റെ ചാലുകളിലൊക്കെ കഴിഞ്ഞു കൂടുന്ന പൈപ്പിൻ്റെ ഉള്ളിലൊക്കെ ആളുകൾ ഉറങ്ങുന്ന ഒരു നാട്ടിൽ ഒരുപാട് കഷ്ടപ്പാടുള്ള ഈ നാട്ടിൽ അതെല്ലാം അവർ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് പഠിച്ചവൻ എനിക്ക് ഈ വേഷം കെട്ടാൻ തന്നത് അള്ളാഹു തീരുമാനിച്ചിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം, മന്ത്രിയും അത് MP ഒക്കെ ആയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന ആർക്കും നിങ്ങൾ കൊടുത്തു നിൽക്കുന്ന ആർക്കും അള്ളാഹു തആലക്ക് ഈ വേഷം തരാമായിരുന്നു. ഞാൻ ഈ MP ആയിട്ടുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെക്കാൾ MP ആകാൻ യോഗ്യതയുള്ള ആരും ഈ രാജ്യത്തിൽ ഇല്ലാഞ്ഞിട്ടല്ല. എത്ര ആളുകൾ ഈ കുട്ടികൾ കൊടുത്തിട്ടുണ്ട്, ചെറുപ്പക്കാരെ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല എനിക്കൊരു വേഷം തന്നു. ഒരാൾ കൃഷിക്കാരനായി, ഒരാൾ തൊഴിലാളിയായി, ഒരാൾ ഡോക്ടറായി, ഒരാൾ എഞ്ചിനീയറായി. അതെല്ലാം അള്ളാഹു തആല നമുക്ക് കെട്ടാൻ തന്ന വേഷങ്ങളാണ്. ആ വേഷങ്ങൾ കെട്ടാവുന്നത് എൻ്റെ യോഗ്യത കൊണ്ടാണോ നമ്മൾ ആരുടെയും യോഗ്യത കൊണ്ടാണോ എന്ന് പരിശോധിച്ചാൽ അറിയാം, എല്ലാം പഠിച്ചവരുടെ തീരുമാനമാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹം കിട്ടിയ ആളുകൾ എന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചേർക്കാൻ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും വലിയൊരു ഡെപ്പോസിറ്റാണ് ഇത്. നിങ്ങൾ നടത്തി അതിൻ്റെ പേരിൽ നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾ ഏത് ബാങ്കിൽ നിക്ഷേപിക്കുകയോ ഏത് പ്രോജക്റ്റിൽ നിക്ഷേപിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല കച്ചവടമാണ്, ഏറ്റവും നല്ല ലാഭകരമായ കാര്യമാണ്. അതിലേക്ക് നമുക്ക് പോകാൻ ഇപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു മനസ്സ് നിങ്ങൾക്ക് തോന്നിയത് എത്രയോ നന്നായി. അല്ലാഹു തആല നമുക്കത് ചെയ്യാൻ തോന്നിച്ചത് നമ്മുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് റിലീഫ് സൈക്കിളിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ CSMകളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം. നിങ്ങളൊക്കെ ഇവിടെ കൂടിയ ആളുകളൊക്കെ എനിക്ക് നിർദ്ദേശിക്കാനുള്ള കാര്യം, ഇപ്പോൾ എല്ലാവരും പിക്നിക്കിലൊക്കെ പോകാറുണ്ട്. ശരി, ഞാനൊക്കെ പോകുന്ന സമയത്തൊക്കെ എത്രയോ കുട്ടികൾ പോകുന്നുണ്ട്. അവിടെ പാലുണ്ടായിട്ട് മുകളിൽ നിൽക്കാൻ ഒരു ടൂറിസ്റ്റായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ചെയ്യേണ്ടതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതെല്ലാം നടക്കുന്ന സമയത്ത് നമ്മൾ കാണേണ്ടത് കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരോർമ്മ ഏത് സമയത്തും ഉണ്ടാകും. അവരെ നോക്കണം, അവരെ സഹായിക്കണം, നമ്മളാൽ കഴിയുന്ന സംഗതികൾ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നല്ലൊരു തോന്നിച്ചയാണ് പക്ഷേ നമുക്ക് ഉണ്ടാക്കിയത്. നമുക്ക് നല്ല ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് നമ്മുടെ പരലോകത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും നല്ല കച്ചവടമായി, ഏറ്റവും നല്ല ലാഭകരമായൊരു കാര്യമായി, നമ്മുടെ സ്വന്തം തടിയുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് അല്ലാഹു തആല സ്വീകരിക്കുമെന്ന് ഖുർആൻ നമുക്ക് നൽകുന്ന ഗ്യാരണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതം നമുക്ക് കാണിക്കുന്ന മാർഗ്ഗരേഖയാണ്. ആ വിധത്തിലുള്ള നല്ല സംഗതി തിരഞ്ഞെടുത്തതിന് പ്രത്യേകമായി നിങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളോടെല്ലാം എനിക്കുള്ള പ്രത്യേകമായ നന്ദിയും കിടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരെയും പഠിച്ചത് നന്മയുടെ മാർഗത്തിൽ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നവരാക്കി തീർക്കട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദാസന്മാരായി, സേവകന്മാരായി ഈ ലോകത്ത് പ്രവർത്തിക്കാൻ പഠിച്ചവൻ തൗഫീഖ് നൽകട്ടെ എന്ന് ദുആയോടുകൂടി അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹ്.